കേരള PSCയെ സംബന്ധിച്ചിടത്തോളം ചില ചെറിയ ടോപ്പിക്കുകളുണ്ട്, വളരെ കുറച്ചേ പഠിക്കാനുണ്ടാവുള്ളൂ. പക്ഷേ നമുക്ക് വളരെ തവണ ചോദിച്ച ചോദ്യങ്ങളായിരിക്കും. അങ്ങനത്തെ ഒരു വിഷയവുമായിട്ടാണ് ഇന്ന് നമ്മുടെ ക്ലാസ്. കേരളത്തിലെ ദേശീയ പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട സ്ത്രീകൾ, അവരെക്കുറിച്ചാണ് നമ്മുടെ ക്ലാസ്. അപ്പോൾ വെൽക്കം ടു വിൻഡോജു. ഞാൻ രഘുനന്ദനൻ MP. മഹിളാ സമ്മേളനവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? മഹിളാ സമ്മേളനവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ: ആദ്യത്തെ മഹിളാ സമ്മേളനം 1928 നടന്നു. ഈ പ്രസ്താവന തെറ്റാണ്. കാരണം ആദ്യത്തെ മഹിളാ സമ്മേളനം നടക്കുന്നത് 1931. ആദ്യത്തെ മഹിളാ സമ്മേളനം കോൺഗ്രസിന്റെ വടകര സമ്മേളനത്തോടനുബന്ധിച്ചായിരുന്നു. അത് ശരിയാണ്. അക്കമ്മ ചെറിയാൻ ആദ്യത്തെ മഹിളാ സമ്മേളനത്തിൽ പങ്കെടുത്തില്ല. അത് തെറ്റാണ്. അക്കമ്മ ചെറിയാനും പങ്കെടുത്തിട്ടുണ്ട്. മഹിളാ സമ്മേളനം നടന്നത് തിരുവനന്തപുരത്തായിരുന്നു. ഇത് മൂന്നും തെറ്റാണ്. ഇതിൽ കോൺഗ്രസിന്റെ വടകര സമ്മേളനത്തോടനുബന്ധിച്ചായിരുന്നു ആദ്യത്തെ മഹിളാ സമ്മേളനം. ആദ്യത്തേത് 1931 കോൺഗ്രസിന്റെ വടകര സമ്മേളനത്തിലാണ്. നേതൃത്വം ആർക്കൊക്കെയാണ്? ആനി മസ്ക്രീൻ, AV കുട്ടിമാളു അമ്മ, അക്കമ്മ ചെറിയാൻ. ഈ മൂന്ന് പേർക്കാണ്. ആരൊക്കെയാ? ആനി മസ്ക്രീൻ, AV കുട്ടിമാളു അമ്മ, അക്കമ്മ ചെറിയാൻ. മലബാറിലെ ദേശീയ പ്രക്ഷോഭം എന്ന് പറയുമ്പോൾ അതിൻ്റെ നേതൃത്വമാണ് AV കുട്ടിമാളു അമ്മ. നമുക്കറിയാം, കേരളം അന്ന് 3 ഭൂവിഭാഗങ്ങളായിരുന്നു, രാഷ്ട്രീയ വിഭാഗമായിരുന്നു. ഒന്ന് മലബാർ, മറ്റൊന്ന് തിരുവിതാംകൂർ, കൊച്ചി. അതിൽ മലബാറിൽ സ്ത്രീകളുടെ നേതൃത്വം AV കുട്ടിമാളു അമ്മയ്ക്കും, തിരുവിതാംകൂറിലെ ദേശീയ പ്രക്ഷോഭത്തിൻ്റെ നേതൃത്വം അക്കമ്മ ചെറിയാനും ആനി മസ്ക്രീനുമായിരുന്നു. സ്ത്രീകളിൽ അവരാണ് നേതൃത്വം വഹിച്ചിരുന്നത്. കേരളത്തിൻ്റെ ഝാൻസി റാണി എന്നറിയപ്പെടുന്നത് ആരാണ്? കേരളത്തിൻ്റെ ഝാൻസി റാണി എന്നറിയപ്പെടുന്നത് ആനി മസ്ക്രീനാണ്. കേരളത്തിലെ ഝാൻസി റാണി ആനി മസ്ക്രീനും തിരുവിതാംകൂറിൻ്റെ ഝാൻസി റാണി അക്കമ്മ ചെറിയാനുമാണ്. രണ്ടും മറക്കണ്ട കേട്ടോ, മാറിപ്പോണ്ട. കേരളത്തിൻ്റെ ഝാൻസി റാണി ആരാണ്? ആനി മസ്ക്രീൻ. തിരുവിതാംകൂർ ആവുമ്പോൾ തിരുവിതാംകൂറിൽ നിങ്ങൾ അക്ക എന്നോർത്ത് വെച്ചാൽ മതി. തിരുവിതാംകൂറിൽ മൂത്ത സ്ത്രീകളെ അക്ക എന്ന് വിളിക്കുന്നൊരു പതിവുണ്ട്. ഇപ്പം തിരുവിതാംകൂറിൻ്റെ അക്കമ്മ ചെറിയാനുമാണ്. ആനി മസ്ക്രീൻ്റെ മറ്റൊരു പ്രത്യേകത ഓർത്തു വയ്ക്കുക. ആനി മസ്ക്രീൻ ലോക്സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ മലയാളി വനിത കൂടിയാണ് ആനി മസ്ക്രീൻ. ഹരിജനോദ്ധാരണത്തിനായി സ്വർണ്ണാഭരണങ്ങൾ സംഭാവന ചെയ്ത വനിത ആരാണ് എന്നുള്ളതാണ് അടുത്ത ചോദ്യം. ഹരിജനോദ്ധാരണത്തിനായി സ്വർണ്ണാഭരണങ്ങൾ സംഭാവന ചെയ്ത വനിത കൗമുദിയാണ്. കൗമുദി എന്ന് പറയുമ്പോൾ ഗാന്ധിജിയുടെ വാക്കുകളുണ്ട് കൗമുദിയെ കുറിച്ച്. നിന്റെ ത്യാഗം നീ ഉപേക്ഷിച്ച ആഭരണങ്ങളെക്കാൾ സത്യസന്ധമായ ആഭരണമാണ്. ഹരിജനോദ്ധാരണത്തിനായി ആഭരണങ്ങൾ നൽകി. കേരളത്തിൽ 5 പ്രാവശ്യം ഗാന്ധിജി സന്ദർശിച്ചിട്ടുണ്ട്. അതിലൊരു തവണത്തെ സന്ദർശനം ഹരിജനോദ്ധാരണത്തിന് വേണ്ടിയിട്ടായിരുന്നു. അതിലായിരുന്നു കൗമുദി ടീച്ചർ പങ്കെടുത്തത്. അന്ന് കൗമുദി ടീച്ചറായിരുന്നില്ല, ചെറിയ കുട്ടിയായിരുന്നു. കൗമുദി ഗാന്ധിയുടെ വാക്കുകളിൽ ആകർഷയായി തൻ്റെ എല്ലാ സ്വർണ്ണാഭരണങ്ങളും സംഭാവന ചെയ്യുകയാണ് ചെയ്തത്. പാർവതി മന്നരി മറ്റൊരു പ്രത്യേകമായി നിങ്ങൾ ഓർക്കേണ്ടത്, നമ്പൂതിരി സമുദായത്തിലെ ഘോഷ, മുറജപം എന്നീ ആചാരങ്ങൾ നിർത്തലാക്കാൻ പ്രയത്നിച്ച ഒരു ശ്രദ്ധിക്കപ്പെടേണ്ട സ്ത്രീയാണ് പാർവതി മന്നരി. ഘോഷ, മുറജപം നമ്പൂതിരി സമുദായത്തിലുണ്ടായിരുന്ന ദുരാചാരങ്ങളായിരുന്നു. അത് നിർത്തലാക്കാൻ ശ്രമിച്ച വനിതയായിരുന്നു. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ജഡ്ജിനെ നിങ്ങളൊന്ന് ഓർത്തു വെച്ചോളൂ. അത് അന്ന ചാണ്ടിയാണ്. ഞാൻ ഇന്ത്യയിലെ ആദ്യത്തെ, നമ്മൾ ഇത് പറഞ്ഞല്ലോ, ആദ്യത്തെ കേരളത്തിൽ നിന്നുള്ള, നമ്മളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ നിന്നുള്ള നമ്മൾ നേരത്തെ ചോദിച്ച ചോദ്യം, ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ മലയാളി വനിതയെക്കുറിച്ച് പറഞ്ഞപ്പോൾ അതിൻ്റെ ഭാഗമായി ഞാൻ ഉൾപ്പെടുത്തതാണ്. ആ സ്ത്രീനെയും കൂടി പല പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ജഡ്ജി അന്ന ചാണ്ടിയാണ്. അപ്പൊ കാതുമുറി പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? ആര്യ പള്ളമാണ്. മറക്കണ്ട, കാതുമുറി പ്രസ്ഥാനത്തിന്. അപ്പൊ കാതുമുറി പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകി പാലിയം സത്യാഗ്രഹത്തിനും പിന്തുണയർപ്പിച്ച് വനിതാ ജാഥ നയിച്ചത് ആര്യ പള്ളമാണ്. അപ്പൊ ആര്യ പള്ളത്തെ മാറിപ്പോണ്ടട്ടാ. ആര്യ പള്ളം, കാതുമുറി പ്രസ്ഥാനം, പാലിയം സത്യാഗ്രഹം. അതേസമയം നമുക്കറിയാം മുറജപം, ഘോഷ, ഇതിനെതിരെ പാർവതി മന്നരിയാണ്. മറന്നു പോകണ്ട, ഈ 2 പേരുകളും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാൻ സാധ്യതയുണ്ട്. മറ്റൊരു ചോദ്യമാണ്, തോൽവിറക് സമരവുമായി ബന്ധപ്പെട്ട വനിത ആരാണ് എന്നുള്ളത്. കേരളത്തിലെ പ്രക്ഷോഭങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് തോൽവിറക് സമരം. അത് കാർത്യായനിക്കുട്ടി അമ്മയാണ് തോൽവിറക് സമരത്തിന് നേതൃത്വം നൽകി.
അതോടൊപ്പം തന്നെ നമുക്ക് മാറിപ്പോണ്ട തോൽവിറക് സമരവും മേച്ചിൽപ്പുലി സമരവും ആളുകൾക്ക് മാറിപ്പോവാറുണ്ട്. മേച്ചിൽപ്പുലി സമരത്തിന് നേതൃത്വം നൽകിയത് PK കുഞ്ഞാക്കയാണ്. മറ്റൊരു കാര്യം കൂടി ഓർക്കുക, നിയമലംഘന പ്രസ്ഥാനം കോഴിക്കോട് നടന്ന നിയമലംഘന പ്രസ്ഥാനത്തോടനുബന്ധിച്ച് കോഴിക്കോട് ബീച്ചിൽ നടന്ന ഒന്നിൽ ത്രിവർണ പതാക ഉയർത്തിയതാര് എന്ന് ചോദിച്ചാൽ അത് ഗ്രേസി ആരോണ. ഓക്കെ, അപ്പോൾ അടുത്ത ഒരു വീഡിയോ ക്ലാസ്സുമായി നമുക്ക് കാണാം. അപ്പോൾ നിങ്ങൾക്ക് നാളെ തന്നെ നമ്മുടെ ഒരു ക്ലാസ് ഉണ്ട്. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് കേരളത്തിലുണ്ടായ മുന്നേറ്റങ്ങളുമായി ബന്ധപ്പെട്ട് കേരള PSC ചോദിച്ച മുഴുവൻ ചോദ്യം ഉൾപ്പെടുത്തിക്കൊണ്ട് നാളെ ഒരു യൂട്യൂബ് വീഡിയോ ലൈവ് ക്ലാസ് ഉണ്ട്. എല്ലാവരും പങ്കെടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ എല്ലാ ദിവസവും നിങ്ങൾക്ക് ഡെയിലി ലേണിംഗ് പ്ലാനും ഡെയിലി ക്വിസുകളുമായിട്ട് നമുക്കൊരു പ്രോഗ്രാം നടക്കുന്നുണ്ട്. ഈ വരാൻ പോകുന്ന 2025 മുഴുവൻ എക്സാമുകൾക്കും 10ാം ക്ലാസ് യോഗ്യതയുള്ള മുഴുവൻ എക്സാമുകൾക്കും നിങ്ങൾക്ക് ഗുണം ചെയ്യുന്ന ഡെയിലി ലേണിംഗ് പ്ലാൻ, അതിനനുസരിച്ച് ചില വീഡിയോ ക്ലാസ്സുകൾ, ഡെയിലി എക്സാംസും വെച്ചിട്ടുള്ള നമ്മുടെ ക്ലാസ്സുകൾ നടക്കുന്നുണ്ട്. ആ ക്ലാസ്സുകളൊക്കെ കിട്ടാൻ വാട്സപ്പിൻ്റെയും അതുപോലെ തന്നെ ടെലിഗ്രാമിൻ്റെയും ഒക്കെ ലിങ്ക് താഴെ നൽകിയിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു ആൾ. വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.